ഓ ഈ കാലന്മാരെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ. ഓ രാവിലെ തന്നെ കിടക്ക് വിളിക്കൊണ്ട് തിരിക്കാനും പറ്റും. ഈ കാലന്മാരെന്താ ഒന്ന് ഫോൺ എടുക്കാത്ത? ഈ മൂത്തനുണ്ടോ ഈ കാലൻ? അവന്മാര് വരുന്നിടം വരെ ഈ കിളവനോട് കമ്പനി അടിച്ചിരിക്കുക. നിന്റെ പണിക്കാരൊക്കെ എന്തിയടേ? അവന്മാരൊക്കെ ഇപ്പം വരുവന്ന്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്റെ കഴുത്തുള്ളിക്ക് ഇരിക്കുവാടേ. എങ്ങനെ പറ്റിയതാ? ഒന്ന് നിവർന്നതാ. ഞാനാണെങ്കില് ഒന്ന് കുനിഞ്ഞതാ. എന്തിനാ നീ കുനിഞ്ഞേ? ഒന്ന് നിവരാൻ വേണ്ടി കുനിഞ്ഞതാ. അതൊക്കെ പോട്ടെ, ചേട്ടൻ എന്തിനാ നിവർന്നേ? ഞാൻ കുനിയാൻ വേണ്ടി നിവർന്നതാ. ആണോ? എന്നാ സെയിം പിച്ച്. എന്തൊക്കെ വിളിക്കുന്ന തോന്നേ. പുതിയ പയ്യൻ എന്ത് വരാന്ന് പറഞ്ഞിട്ട് സമയം എത്രയായി? ഗുഡ് മോർണിംഗ്. ഓ മോർണിംഗ്. സാറ് വെൽഡിങ് പണിക്കായിട്ട് തന്നെ വന്നാണോ? അല്ല, ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ, അതുകൊണ്ടാ. സാർ ഇങ്ങോട്ട് ഇറങ്ങാവോ? നമുക്ക് പണിസ്ഥലത്തോട്ട് പോകാനായിരുന്നു. കാറിനകത്തിരുന്ന് വെൽഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് ഇറങ്ങ്. ഓഹോ, ഓഫ് കോഴ്സ്, ഇറങ്ങിക്കളഞ്ഞേക്കാം. ഹലോ. മോനെ ഇതാ വീഴ, നീ അങ്ങോട്ടേ അല്ലേ? എനിക്കൊരു കോളുണ്ട്. മച്ചമ്പി, അത് നമുക്കിട്ടുള്ളൊരു പണിയാന്ന് തോന്നല്ലോ. സാറെ ചതിക്കരുത്. കാറിന്റെ അടുത്തൊന്നും ഇറങ്ങി പെറ്റി അടിക്കരുത്. പെർമിഷൻ എടുക്കാൻ മറന്നു പോയതാ. ഇതെന്തോടാ ബ്രഹ്മാവൂ? സാറെങ്കിൽ വന്നേ. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ജിങ്കാലാല പണിക്ക് കയറുന്നതിന് മുമ്പ് കൂലിയോ? ആശാൻ അവന്റെ കൂലി കൊടുത്തില്ലേ? എന്റെ കൂലിയും കൊടുത്താ? ഇവനാരാടാപ്പം? ഞാൻ ഈ ചേട്ടന്റെ ഇവിടെ പണിക്ക് വന്നത്. ഇതെന്റെ അസിസ്റ്റന്റ്. തന്നെ പൈസ അല്ല, രാവിലെ തന്നെ മൂഡ് പോയി. അതൊക്കെ പോട്ടറാ. നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടോടാ? ദിവാലിക്ക് പൂത്തിരി കത്തിച്ചിട്ടുണ്ടല്ലോ. അമ്മ പറഞ്ഞല്ലോ ബിൽഡിംഗ് പണിക്ക് അത് മതി എക്സ്പീരിയൻസിന്. കൊരവപൂത്തിരി മാണം കൂടെ വേണ്ടായിരുന്നോ? അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വെറുതെ പലയിടത്തും പോയി പഠിച്ചു. രണ്ടുപേരും പണിക്ക് വന്നാണോ? എന്നാ പോയി പണിയടാ. ഇത് എവിടുന്ന് തുടങ്ങും? ആഹാ, മിടുക്കനായല്ലോ. ഒരടിക്കണക്കിന് ഇതൊന്ന് മുറിച്ചോണ്ട് പോവാ. അല്ല, ഇതിന്റെ ഒരടി എന്ന് പറഞ്ഞ എത്ര? ഒരടിയില്ലേ? ഇപ്പൊ മനസ്സിലായോ? പോയി മുറിച്ചോ. എടാ, മിഷീന്റെ കണക്ഷൻ ആ മെയിനിലൊന്ന് കൊടുത്തേ. ശരിയാ ശാനെ, കണക്ട് ചെയ്ത് സ്റ്റാർട്ട് ആക്കിക്കോ. എന്തുവാടാ അവിടെ ശബ്ദം? കൊടുത്തത് മാറിപ്പോയോന്നൊരു സംശയം. ഇന്നെന്റെ പണി തീർത്ത് തന്നില്ലെങ്കിലും ഉണ്ടല്ലോ, 10ന്റെ പൈസ ഞാൻ തരത്തില്ല. അയ്യോ, അതെ, ചെറുതടിച്ചാലോ ഒന്ന്. അങ്ങനെയാണേ നോക്കാം അവർ കയറുന്നത്. ഇതാ ഇപ്പോഴെങ്കിലും തീരാൻ പോകുന്നില്ല. എടാ, കണക്ഷൻ എന്തുവാടാ? കണക്ഷൻ വലിച്ചോണ്ടിരിക്കുക. ഇപ്പൊ സെറ്റ് ആവും. എടാ, ഇന്നെങ്ങാണെ കണക്ട് ആവോ? ഒന്ന് ആഞ്ഞു പിടിച്ചാ ഇന്ന് സെറ്റ് ആവും. എടാ, പെട്ടെന്ന് തീർത്തിട്ട് പോണോന്ന് ആശാൻ പറഞ്ഞേ. ഓവർ ടൈം ചെയ്യേണ്ടി വരും. എടാ, ഒന്ന് പെട്ടെന്ന് റെഡി ആക്കിട്ട് വാടാ, ഇവിടെ കുറച്ച് പണിയുള്ള. പെട്ടെന്നൊന്നും ഇത് തീർത്തിട്ട് വരാൻ പറ്റത്തില്ല കേട്ടോ. ഒരു വരവ് കൂടി വരേണ്ടി വരും. ഞാനും കൂടെ നിന്ന് തീർക്കാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് തീർത്തോളാം. അയ്യോ ആശാൻ, ഈ കണക്ഷനാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇതേ കത്തിത്തീർന്ന പൂത്തിരിയാ. മോള് പൊക്കോ. ബാ മോനെ, ബാ ബാ ബാ, പണിയെടുക്ക. ഇതെന്തിനാടാ ഇങ്ങനെ അടിച്ചടിച്ച് തീർക്കുന്നത്? എന്റെ അച്ഛനോട് പണിക്ക് പോകുന്നേരത്തെ ദീപാവലിക്ക് പൂത്തിരി വാങ്ങിച്ചേരണമെന്ന് ഒത്തിരി വട്ടം ഞാൻ പറഞ്ഞു. എന്നിട്ട് പൂത്തിരി വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് എന്റെ അച്ഛനെ അവിടെ ഒരു വെൽഡിംഗ് ഷാപ്പ് ഉണ്ടായിരുന്നു, അവിടുന്ന് ഈ റാഡ് അടിച്ചോണ്ട് വന്നു. എന്നിട്ട് വെൽഡിംഗ് മെഷീൻ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞോണ്ടേ നാട്ടുകാരെല്ലാം കൂടെ പൂത്തിരി കത്തിക്കുന്ന പോലെ എന്റെ അച്ഛനെ കത്തിച്ചു. നിനക്ക് ദീപാവലിക്ക് പൂത്തിരി കത്തിക്കാൻ പറ്റിയില്ലയോ? അച്ഛൻ്റെ ചിത കത്തിയപ്പോഴേ കുറച്ച് കുണ്ടും പടക്കമൊക്കെ വാങ്ങിച്ചിട്ട് പൊട്ടിച്ച് ഞാനങ്ങ് വൈവാക്കി. എനിക്ക് സന്തോഷം, അച്ഛന് സന്തോഷം. അതിനുശേഷം ഈ റോഡ് കാണുമ്പോൾ എനിക്ക് കത്തിക്കാനാ തോന്നുന്നു. ആശാനെ കത്തിക്കാനാ. എന്താടാ ഊതുന്നേ? സാലറി അഡ്വാൻസ് ആയിട്ട് തരാമോ? ഇന്നത്തെ നിന്റെ ശമ്പളം 20 ഗുണമേയോ? 1480 രൂപയുടെ റാഡ് നീ അനാവശ്യമായിട്ട് കത്തിച്ച് കളഞ്ഞു. നിന്റെ ശമ്പളം 20 രൂപ ബാലൻസ് ഉണ്ട്. അങ്ങനെ ഒരു പണി വൃത്തിയായിട്ട് ചെയ്തു കഴിഞ്ഞു. ആശാനെ ഒന്നിങ്ങ് വന്നേ, ഞാൻ പണി ചെയ്ത് വെച്ചേക്ക് നോക്ക്. ഫസ്റ്റ് ഡേ തന്നെ പണി പഠിച്ചല്ലേ, മിടുക്കൻ. ദേ നോക്ക്. ഇതെന്തോടെ സവാള അരിഞ്ഞു വെച്ചേക്കുന്നോ? ആശാനല്ലേ പറഞ്ഞു ഒരടി വെച്ച് അരിയെ. നീ ഏത് സ്കെയില് വെച്ചാണെന്നേ? ഇവിടുത്തെ 5ാം ക്ലാസ്സിലെ കൊച്ചിന്റെ സ്കെയില് വെച്ച്.
അതിന് എന്നെ 2 അടി അടിച്ചത് എന്തിനാ? ആ കിളവൻ കാണുന്നതിന് മുമ്പ് തൂത്തുവരിക തെങ്ങിന്റെ വീട്ടിലാണ് കൊണ്ട്. ഓഹോ, അപ്പൊ അത് വളവല്ലയോ? എന്റെ ദൈവമേ, ഒന്ന് വാരി കളയടാ. ചേട്ടാ, എനിക്കൊരു കാര്യം വെൽഡ് ചെയ്യാനുണ്ടായിരുന്നു. ഇങ്ങോട്ട് വാ മോളെ, ഞാൻ വെൽഡ് ചെയ്ത് തരാം. ആറാടി എടുത്തേ. എന്തുവായിരുന്നു വെൽഡ് ചെയ്യാനുള്ളത്? അതെ, എന്റെ മോനൂട്ടന്റെ കാറ്, ഇതിന്റെ ഒരു ടയറിന് കുഴപ്പം, അതൊന്ന് വെൽഡ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. ടയറിന് കുഴപ്പമില്ല. ദേഷ്യപ്പെടുകയൊന്നും വേണ്ട, അപ്പുറത്തെ കോൺക്രീറ്റ് ചെയ്യാൻ ചേട്ടൻ വന്നിട്ടുണ്ട്. ഞാൻ ഇത് വെച്ച് കോൺക്രീറ്റ് ചെയ്യിപ്പിക്കും. ഇപ്പം പണിയൊന്നും തീർന്നില്ലെങ്കിലോ? നിന്നെ ഞാൻ ഇവിടെ വിടുതലുള്ള നിന്റെ അന്ത്യമാണ് അന്ത്യം. ആശാനെ, എനിക്കൊരു ഡൗട്ട്. നമ്മളെ എന്തിനാ ഇവിടെ വന്നത്? നമ്മൾ സ്റ്റെയർ പണിയാൻ. ഓൾറെഡി അവിടെ ഒരു സ്റ്റെയർ ഉണ്ട്, പിന്നെ ആ സ്റ്റെയർ എന്തിനു പണിഞ്ഞു? ആശാൻ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യമുണ്ട്. ഒരു മിനിറ്റ്, എക്സ്ക്യൂസ് മീ. അല്ല ആശാനെ, നമ്മൾ ഇവിടെ എന്തിനാ വന്നേ? അതന്നെ, നമ്മള് കാർ ഷെഡ് പണിയാൻ വേണ്ടിയാണ്. അതെന്താടാ 2 സ്റ്റെയർ? അത് പിന്നെ ആശാൻ അടിച്ച് പൂസായോണ്ട് തോന്നുന്ന. എനിക്ക് ആ ഒരു സ്റ്റെയർ കാണുന്നുള്ളല്ലോ. ആശാനെ, ഇതിപ്പോ എത്ര ഉണ്ട്? എടാ, ഇത് 2. ഇത് ഒന്നേ ഉള്ളു. ആശാന് തോന്നുന്ന കേട്ടോ. ഒന്ന് കണ്ടോ. അപ്പൊ ആ സ്റ്റെയർ ഒന്നേ ഉള്ളു. ഒന്നേ ഉള്ളു. ഇതെന്താടാ 2 സ്റ്റെയറോ? അയ്യോ, അത് നമ്മൾ 2 ഫിറ്റായിട്ട് തോന്നുന്ന ഒരെണ്ണേ ഉള്ളു. കണ്ണ് തുടച്ചിട്ട് നോക്ക്. കണ്ടോ, ഇവന് മാത്രം കാണാനേ പറ്റത്തുള്ളൂ. എടേ മോളെ ഇങ്ങോട്ട് വന്നേ, ഈ ഒരു സ്റ്റെയർ ഉള്ള 2 സ്റ്റെയർ ഉണ്ടോന്ന് മോളൊന്ന് നോക്കിയേ. അയ്യോ, ബാഗ് എടുത്തില്ല. എന്തിനാ? എടാ, എന്റെ മോളല്ലേടാ അങ്ങോട്ട് പോകുന്നത്. ഏത് വലിയ മനുഷ്യ, എന്നെ കൂടെ തന്നെ വാ. ആശാൻ ഫിറ്റായിട്ട് തോന്നുന്ന നമ്മൾ അടിച്ച ജിന്ന എല്ലാം ജിന്നായിട്ടേ തോന്നത്തുള്ളൂ. അത് മോളല്ല, അത് വാഴ. കാണുമ്പോ അറിയാം. അല്ലടാ, എന്റെ മോളാന്ന് തോന്നടാ. അത് വാഴയാണ്, വാഴ. ഇത്രയും നാൾ ഞാൻ വിചാരിച്ച അവൻ എന്റെ കാലിലാണ്, അവൻ എന്റെ ദൂതനാ. മുത്ത് പോകാടാ. ആ വാഴയ്ക്ക് ഒരു ഓൾഡ് ബസ് പറ ആശാനെ. ഓൾഡ് ബസ്. ആശാനെ, ഒരു ഐഡിയ കൂടെ വിടുന്നേ. ഓൾഡ് ബസ്.